നമസ്കാരം. ആത്മഹത്യകൾ എന്നൊരു വാർത്തയല്ല എന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തനിക്ക് ശമ്പളം കിട്ടാതിരുന്നതിൻ്റെ 1-2 മാസമല്ല, തുടർച്ചയായ 5 വർഷം ഒരു സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് 5 വർഷം കഴിഞ്ഞിട്ടും 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ, അത് കഴിഞ്ഞ് ഈ 5 വർഷവും താൻ അവിടെ പഠിപ്പിച്ചിട്ടില്ല എന്ന സ്റ്റേറ്റ്മെൻ്റ് എഴുതി കൊടുത്താൽ ശമ്പളം തരാമെന്ന് വാക്കു പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും അവർക്ക് ശമ്പളം കൊടുക്കാതെ പറ്റിക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് ആ പാവപ്പെട്ട പെൺകുട്ടി, 30 വയസ്സ് പോലും തികയാത്ത ആ പാവപ്പെട്ട പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടുന്നത്. ദശലക്ഷങ്ങൾ കോഴ വാങ്ങി പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതിൻ്റെ അവസാനത്തെ ഇരയാണവർ. ദുരന്ത സമാനമായ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനം PSC വഴിയാക്കണമെന്ന് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. വല്ലാതെ പ്രകോപനമുണ്ടാക്കിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്ത അധ്യാപികയോട് തലശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത ക്രൂരതയ്ക്കെതിരെ സംസ്ഥാനത്ത് നിരവധി പ്രതിഷേധങ്ങൾ ഉടൻ തന്നെ ഉയർന്നിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി തലശ്ശേരി രൂപതയുടെ മെത്രാൻ്റെ പ്രസ്താവന ഇറങ്ങി. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ആ പെൺകുട്ടിയോട് വളരെ അനുഭാവപൂർണമായ നിലപാടാണ് സഭ സ്വീകരിച്ചതെന്നാണ്. അദ്ദേഹം പറയുന്നു, എല്ലാവരിൽ നിന്നും 30 ലക്ഷം രൂപ വാങ്ങി അപ്പോയിൻമെൻറ്റുകൾ നടത്തുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ അവകാശമാണ് ഈ 30 ലക്ഷം എന്ന് ആ വാക്കുകളിൽ അടിവരയിടുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ആ 30 ലക്ഷം വാങ്ങുമ്പോൾ ഈ പെൺകുട്ടിയോട്, അലീനയോട്, കേവലം 13 ലക്ഷത്തിന് തത്തുല്യമായ 5 വർഷത്തെ സേവനം മാത്രം മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാണ് ആ മനുഷ്യൻ മൈക്കിൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞത്. വല്ലാതെ അസ്വസ്ഥകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു ആ പ്രസ്താവന കേട്ടപ്പോൾ. ക്രിസ്തുവിൻ്റെ പേരിൽ എല്ലാവർക്കും അന്യോന്യം സഹായം വിതരണം ചെയ്യണമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആ മഹാനായ വ്യക്തിത്വത്തിൻ്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുന്ന മെത്രാനാണ് പറയുന്നത്, ഞാൻ കോഴ വാങ്ങിക്കുന്നുണ്ട്, നിരന്തരം 30 ലക്ഷം രൂപ വീതം ഓരോ അപ്പോയിൻമെൻറ്റിനും മേടിക്കുന്നു. ഈ കുട്ടിയോട് 13 മേടിച്ചുള്ളത്രേ. ഇവിടെ 2 കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ 2 കുറ്റങ്ങളാണ് ഈ മെത്രാനും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും അതിൽ പ്രവർത്തിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന മറ്റു വൈദികരും ചെയ്തിരിക്കുന്നത്. ഒന്ന്, ക്രമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി കോഴ വാങ്ങിച്ചുകൊണ്ട് നിയമനം നടത്തി. അതിനേക്കാളൊക്കെ 1000 മടങ്ങ് വലിയ കുറ്റമാണ് ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാവുന്ന രീതിയിൽ അവരെ കൊണ്ട് നിർബന്ധമായി ഒരു സത്യവാങ്മൂലം എഴുതി മേടിച്ചിട്ടും അതിനനുകൂലമായി പ്രവർത്തിക്കാതിരുന്നുകൊണ്ട് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ആത്മഹത്യാ പ്രേരണാ കുറ്റം. ഈ 2 കുറ്റങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഈ വ്യക്തികൾക്കെതിരെ എത്രയും പെട്ടെന്ന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്.